പശ്ചിമ കൊച്ചിയിലെ കടലാക്രമണത്തിനെതിരെ നടക്കുന്ന ജനകീയ സമരത്തിന് KCYM കൊച്ചി രൂപതയുടെ ഐക്യദാർഢ്യം. KCYM കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻതോട് മുതൽ വടക്കോട്ട് പശ്ചിമ കൊച്ചിയിലെ തീരദേശ ജനത അനുഭവിക്കുന്ന കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് നടക്കുന്ന ജനകീയ സമരത്തിന് KCYM കൊച്ചി രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ കൂള ഐക്യദാർഢ്യ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. നാളേറെയായി വെള്ളം കയറുന്നു പ്രതിഷേധവുമായിട്ട് യുവജനങ്ങൾ ഇറങ്ങണം. സർക്കാരിനെ കണ്ണു തുറപ്പിക്കാനായിട്ട് യുവജനങ്ങൾ ഇറങ്ങേണ്ട സമയം. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇറങ്ങുന്ന യുവജനം ഇന്ന് ഇവിടെ എത്തിയപ്പോ മൽക്കസച്ചനും ജോഷിച്ചനും പറഞ്ഞു, ഒത്തിരി പേരുണ്ട് നമ്മുടെ യുവജനങ്ങൾ. ആവശ്യങ്ങൾക്ക് കണ്ണു തുറന്ന് ചങ്കു തുറന്ന് കൂടെ നിൽക്കുന്ന യുവജനം. കൊച്ചി രൂപത പ്രസിഡന്റ് ഡാനിയ ആന്റണി അധ്യക്ഷത വഹിച്ച സദസ്സിൽ കൊച്ചി രൂപത ചാൻസലർ ഫാദർ ജോണി സേവ്യർ പുതുക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. ഓരോ കാലവർഷം വരുമ്പോഴും കൊച്ചിയുടെ പടിഞ്ഞാറൻ തീരം രോദനമുയർത്താൻ തുടങ്ങിയിട്ട് നാളേറെയായി. കൊച്ചി തുറമുഖം സ്ഥാപിച്ച നാൾ തൊട്ട് എങ്ങനെയായിരിക്കണം തീരമെന്നുള്ളത് തുറമുഖം രൂപകൽപ്പന ചെയ്തവര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ധകാരനഴി മുതൽ തെക്കേ ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെ കൃത്യതയോടും സുരക്ഷിതത്തോടും കൂടി നിർമ്മിച്ച കരിങ്കൽ ഭിത്തിയും പുലിമുട്ടും നിറഞ്ഞതായിരിക്കണം തീരമെന്ന് അവർ പറഞ്ഞു. അവർ രൂപകൽപ്പന ചെയ്ത് എഴുതിയിട്ടു. രൂപകൽപ്പന നടത്തിയ പ്ലാനുകൾ സമർപ്പിച്ചു. 1990-കൾ വരെ അവയൊന്നും പൂർണ്ണമായിട്ട് നടപ്പാക്കിയിരുന്നില്ല. KCYM കൊച്ചി രൂപത ഡയറക്ടർ ഫാദർ മെൽറ്റസ് കൊല്ലശ്ശേരി, ജോയിന്റ് ഡയറക്ടർ ഫാദർ ജോഷി ഏലശ്ശേരി, കൊച്ചി രൂപത മുൻ പ്രസിഡന്റ് ആദർശ് ജോയ്, മുൻ വൈസ് പ്രസിഡന്റ് ബിജു അറക്കപ്പാടത്ത്, ലാറ്റിൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് കാസി പൂപ്പന, മുൻ രൂപത പ്രസിഡന്റ് യേശുദാസ് വിപിൻ, കൊച്ചി രൂപത ട്രഷറർ ജിക്സൺ ജോർജ്, സെക്രട്ടറി സനൂപ് ദാസ്, സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അന്ന സിൽഫ എന്നിവർ സംസാരിച്ചു. തുറമുഖത്തോട് ചേർന്ന് കിടക്കുന്ന ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരത്ത് ഏകദേശം 20 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെ ജനത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും വലുതാവുന്നു നമ്മുടെ കൊച്ചിയുടെ തുറമുഖം, അതനുസരിച്ച് ആ തുറമുഖത്തിന് വേണ്ടി എക്കലെടുക്കുമ്പോൾ അവിടുത്തെ കുഴികള് കൂടുന്തോറും മണ്ണില് താഴ്ച കൂടും, അല്ലെ വെള്ളത്തില് എക്കലെടുത്ത് അവിടെ ഡെപ്ത് കൂട്ടുന്തോറും അവിടെ നിന്ന് വരുന്ന കടൽക്ഷോഭം ചെല്ലാനം മുതൽ ചെറിയ കടവ് കണ്ണമാലി ഭാഗത്തേക്ക് വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തിന് ശേഷം ഈ കായലുകളിൽ മുഴുവൻ എക്കലാണ്. നമുക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ കണ്ണേങ്കാട് പാലത്തിൽ നിന്നും ഇടക്കൊച്ചി പാലത്തിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാം, പലപ്പോഴും ആ എക്കല് ചെളി നിറഞ്ഞ പ്രദേശം ഒരു ഗ്രൗണ്ട് പോലെ ആണ് നിൽക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരായ ക്ലിന്റൺ ഫ്രാൻസിസ്, ജീവ റെജി, സെക്രട്ടറി അക്ഷയ മരിയ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടോം ആന്റണി, ആൽവിൻ ജോസഫ്, അരുൺ പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. 2000-ലധികം ദിവസങ്ങളായി നമ്മുടെ ചെല്ലാനത്ത് മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള തീരപ്രദേശത്ത് ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടത്തുവാൻ തുടങ്ങിയിട്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.